ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് വെസൽ ടീമിൽ പാത്രം കഴുകാൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തത് നെവിനെയായിരുന്നു. അപ്പോൾ അവിടെ പാത്രം കഴുകുക തന്നെ നെവിൻ. പാത്രമേ കഴുകണമെന്നൊന്നും കഴിയണില്ല. ടൈം കഴിഞ്ഞിട്ട് അവിടെ അത്രയും പാത്രങ്ങൾ. നെവിൻ പറയുന്നു എൻ്റെ ടൈം കഴിഞ്ഞു എന്ന്. അനീഷ് നിങ്ങൾ വന്നിട്ട് കഴിക്കോളൂ എന്നുള്ള രീതിക്ക് പറയുന്നു. അനീഷിനോട് ദേഷ്യം വരുന്നു. ഇത്രയും നേരം നീ പാത്രം കഴുകിയിട്ട് എന്ത് പാത്രം അവിടെ കഴുകിയത്, ഇനി ഞാൻ വന്നിട്ട് വേണം അവിടെ കഴുകി ഫിനിഷ് ആക്കണമെങ്കിൽ എന്നുള്ള രീതിക്ക് അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റനായ അതിൽ പറയണു ബാലൻസ് ഇനിയുള്ളത് കഴുകണം എന്നുള്ളതിൽ പറയണു. അനീഷിനോട് ദേഷ്യം വന്നു. ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ തന്നെ പോയി കഴിക്കോളാം എന്നും പറഞ്ഞിട്ട് അനീഷ് അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം കഴുകാൻ കൊടുത്തു പറഞ്ഞ് ആ ടൈമിങ്ങിനുള്ള പാത്രം കഴിയണം എന്നുള്ളതൊന്നും ഇല്ല തോന്നുന്നുണ്ട് നെവിന് ആ ടൈമിങ്ങിന് കളയണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. അത്ര പാത്രം അത് സിംഗിൾ കാണുന്നു. അപ്പോൾ എന്ത് തന്നെയാണ് ഈ നെവിൻ പാത്രം കഴിയുന്നതെന്ന് അറിയില്ല നമുക്ക്. പിന്നെ മോർണിംഗ് ടാസ്ക് കൊടുത്തത് വന്നിട്ട് ജനങ്ങൾ എന്താണ് ആരെയാണ് ഓർത്ത് വയ്ക്കുന്നത്, ആരെയാണ് മറക്കുന്നത് എന്നായിരുന്നു ഇവർക്ക് ടാസ്ക് കൊടുത്തത്. മാക്സിമം എല്ലാവരും പറഞ്ഞത് നെവിനെയാണ്. നെവിൻ്റെ ആക്ടിവിറ്റീസും ബിഹേവിയേഴ്സും ആർക്കും പെട്ടെന്ന് മറക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നെവിനെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ മറക്കുന്നത് ലക്ഷ്മിനെയാണ് എല്ലാവരും മാക്സിമം അവിടെ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ജയിൽ നോമിനേഷനായിരുന്നു. ജയിൽ നോമിനേഷനിൽ വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, ലക്ഷ്മി ഷാനവാസ് എപ്പോഴും വഴക്കല്ലേ. അപ്പോൾ ലക്ഷ്മി പറയുന്നു ഷാനവാസ് മനസ്സിലൊന്നും വെക്കില്ല അത്ര, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് തീർക്കും അത്ര, ഈ മനസ്സിൽ വെച്ചിട്ട് ബിഹേവ് ചെയ്യില്ല എന്ന് പറയുന്നു. ഇത് കേട്ടൊന്നും ഷാനവാസ് അവിടെ ഷോക്കാവണു. എപ്പോഴും ഇവർ നമ്മൾ ചെയ്തില്ലല്ലോ. അപ്പോൾ ഷാനവാസിന് ഇങ്ങനെ ഒരു നല്ല പേര് പറയണമെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് അതിശയം. അത് അക്ബർ വന്നിട്ട് ഭയങ്കര വെഞ്ചൻസാണ് അത്ര, ഭയങ്കര പോയ്സൺസാണ് അക്ബർ എന്നുള്ള രീതിക്ക് പറയണു. അക്ബറിന് മുഖയില്ല ഇങ്ങനെ പറയുന്ന ഓരോ വാക്കുകൾ പറയുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കും എന്നുള്ളതിലൊക്കെ അക്ബറിന് പറയണു ലക്ഷ്മി. പിന്നെ ജയിൽ നോമിനേഷനിൽ ലക്ഷ്മിയും അനീഷുമാണ് അകത്തേക്ക് പോയത്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആര്യനും അനു സാബുമൻ ഈ 3 പേരിനെയായിരുന്നു ഇന്നലെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ടാസ്ക് പിന്നീട് കാണാം. പിന്നെ ബർജർ പോയിൻറ്റിൻ്റെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. അതിലെല്ലാവരും സ്റ്റാച്യു പോലെ നിൽക്കണം. എ ബി വന്നിട്ട് 2 ആയിട്ട് പിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എയിലുള്ള ഒരാൾ വന്നിട്ട് സ്റ്റാച്യു പോലെ നിൽക്കുമ്പോൾ ബിയിലുള്ളവർ വന്നിട്ട് ഓപ്പോസിറ്റിൽ നിന്ന് ഇവർ കളിയാക്കും ചിരിക്കും. എങ്ങനെ ഇവർ ചിരിപ്പിക്കണം അതായിരുന്നു എൻ്റെ ടാസ്ക്. അപ്പോൾ അതിൽ വന്നിട്ട് ആദിൽ ചിരിച്ചു. പിന്നെ സാബമ്മ വന്നിട്ട് സംസാരിച്ചു പെട്ടെന്ന്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു ടാസ്ക് കഴിയുന്നവരെ അവരവിടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കണം പറഞ്ഞാൽ നിൽക്കണ്ടേ. അപ്പോൾ അതിൽ എ ടീമായിരുന്നു ജയിച്ചത്, ബി ടീം തോറ്റു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും കളിക്കുന്നതൊന്നും നമുക്കിപ്പം നേരെ കാണിക്കുന്നതേ ഇല്ല. ഗെയിം കളിക്കുന്നതും ഒന്നും നേരെ പ്രോപ്പറായിട്ട് അവിടെ കാണിക്കുന്നില്ല. വേണ്ട ടാസ്കുകളും ഒന്നും കാണിക്കുന്നില്ല. എന്താണെന്ന് അറിയുന്നില്ല. ഇല്ലെങ്കിലൊക്കെ ആദ്യം ഈ ക്യാപ്റ്റൻസി ടാസ്ക് കംപ്ലീറ്റും ഇതിൽ കാണിക്കുന്നുണ്ടാവും. ഇപ്പം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ മറക്കാതെ എല്ലാവരും ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.